ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ നീറ്റ് ഉപ്പേരൊക്കെ ഉണ്ടാക്കി വെച്ചിനൊക്കെ ചൂടാക്കണം. പിന്നെ കുറച്ച് കോഴി ഉണ്ടായത് പൊരിച്ചും വേണം, ചോറ് തിളപ്പിച്ച് ഊറ്റും വേണം. പിന്നെ അതൊക്കെ ആക്കട്ടെ. പയർ ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിക്കണ്. ചോറ് തിളപ്പിച്ചാനും വെച്ചിട്ടോ. ഇനി കോഴി പൊരിച്ചണം. അപ്പോൾ എൻ്റെ ചോറുന്നലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നീച്ചുകുട്ടി നീച്ചിട്ടോ. ഒക്കെ വെള്ളം വേണം പറഞ്ഞാണ്ട് പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം കൊടുത്ത്, പിന്നെ വെള്ളമൊക്കെ കൊടുത്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാവും പിന്നെയും കിടന്നുറങ്ങി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടിച്ചേരി തുടക്കാൻ തുടങ്ങി. നീച്ചപ്പോൾ തന്നെ ഇമ്മയൊക്കെ പോയിട്ടോ. പിന്നെ ഞാൻ അടിച്ചേരി തുടക്കാൻ വിചാരിച്ച്. അപ്പോൾ അടിച്ചേരി തുടക്കാണ്. നീച്ചുകുട്ടി ഉണ്ട് അപ്പുറത്ത്, ഓളും ഉണ്ട് കേട്ടോ എൻ്റെ ഒപ്പം. അപ്പുറത്തുണ്ട് ഓളെ. പിന്നെ ഇതേ കാണൂലോ, ഹാളിലാണ്. അതുകൊണ്ടാണ്. കുട്ടിയെ പിന്നെ നിങ്ങൾ ഇഞ്ചി നീച്ചുകുട്ടിൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞിട്ടോ. കഴിഞ്ഞാൽ പിന്നെ ഇന്ന് സോനുവിൻ്റെ അവിടെ തുറവിയാണ്. അപ്പോൾ പിന്നെ എന്തും ഉണ്ടാക്കൊന്നും വേണ്ട. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊളിച്ചൊക്കെ വിചാരിച്ച്, ചതച്ച് വെക്കാൻ വിചാരിച്ച്. പിന്നെ വെല്ലുള്ളി കുറച്ച് അരിഞ്ഞ് വെച്ച് നാളേക്കില്ലേ. ഇനി ചോറും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണം പെൽച്ചക്കൊക്കെ. അതും ഉണ്ടാക്കാൻ വിചാരിച്ച്. കുറച്ച് കഴിഞ്ഞിട്ടവിടുന്ന് തുടങ്ങിയ വൈകുന്നേരം ആയിട്ടാട്ടോ ഞാൻ പണി തുടങ്ങി. കാരണം എന്തും ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിച്ചുകുട്ടി ഉണ്ട് അപ്പുറത്ത്. ഞാൻ കോഴയ്ക്ക് ഉപ്പേരിക്കണം. അപ്പോൾ ഓള് തരാറിന് എന്നിട്ട് അരിയാറിന് പറയാട്ടോ. ഓളങ്ങനെ ഓരോന്നും എടുത്ത് ആ പാത്രത്തിൽ നിന്ന് ഓരോന്നും എടുത്ത് തരുന്നിട്ട് ഞാനത് അരി അങ്ങനെ അടങ്ങിക്കോലെ വിചാരിച്ച് ഞാനും അതിന് നിൽക്കുകയാണ്. അങ്ങനെ ഉപ്പേരിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഉപ്പേരി ഒക്കെ വിചാരിച്ച്, കോവക്ക ഉപ്പേരിയൊക്കെ വിചാരിച്ച്. ചോറ് പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ തീമട്ടീനിട്ടോ. ചോറ് അയക്കണം, ഇനി ഉപ്പേരി ഉണ്ടാക്കണം. എൻ്റെ കയ്യിൽ ഇഞ്ചി. അതെങ്ങനെയാ അമ്മച്ചിക്ക് മുച്ചാനെ? ഓളാ ഇഞ്ചി കണ്ടിട്ടേ കജ്ജിയാണ് കാട്ടി തരേനി. ആ കാട്ടി കൊടുത്താ കുറച്ച് ഏതായാലും പണിയൊന്നുമില്ല അധികം. പെൽച്ചക്കില്ല മാത്രം ആക്കിയാൽ മതി. ഇന്ന് സോനുൻ്റെ കൂടെ നോമ്പ് തോടെയാണ്. അപ്പം വിചാരിച്ച് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചൊക്കെ വെക്കാം. ഞങ്ങൾ ഉള്ളി പൊളിച്ചണേ പോണല്ലോ. വെല്ലുള്ളി അരിഞ്ഞേക്കണം നനക്കൊക്കില്ല. അപ്പോൾ പൊളിച്ചാണ്. ഇച്ചുകുട്ടി പൊളിച്ചരിഞ്ഞുണ്ട് കേട്ടോ.
അവളിങ്ങനെ കുറച്ച് കുറച്ചാക്കാൻ പോലെ പൊളിച്ച് തരുന്നുണ്ട്. അപ്പോൾ അവൾ പൊളിച്ചെന്നോണ്ട് പിന്നെ ചരിഞ്ഞാൽ മതി. സഹായങ്ങൾ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഉണ്ട്. ചില നേരത്തെ നമുക്ക് പണിയാവും ചോദിച്ചു. എന്നാലും അങ്ങനെ നേരം പോകും കുട്ടികൾ ഉണ്ടായതുകൊണ്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് അടങ്ങി നിൽക്കാൻ വേണ്ടി ഈ ചിരട്ടിപ്പണി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. കാരണം അത് പിന്നെ നമ്മളെല്ലാം പണി കഴിഞ്ഞിട്ടോളാക്കിയ പണി പിന്നെ നേരാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ ഉള്ളിപ്പോളിയൊക്കെ കഴിഞ്ഞപ്പോത്തിന് കാക്കു വന്നിട്ടു. കാക്കു വരുന്ന നേരമായി. ഞാൻ പറഞ്ഞില്ല നാക്കുമ്പോൾ പണി തുടങ്ങിയിനി. അപ്പോൾ പിന്നെ കാക്കു വരുന്ന നേരമായി. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ല സോണിയുടെ നോമ്പുതോടെയാണ്. ഞങ്ങളൊക്കെ മാറ്റി റെഡിയായാണ് പോകാൻ നിൽക്കുകയാണ്. ചിലപ്പം അവിടെ നിന്നുള്ള വീഡിയോ എടുക്കുള്ളൂ. ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ഉമ്മച്ചിയും ഇതൊക്കെ എത്തിയിട്ടു. ബാങ്ക് കൊടുക്കാനായി. ഇനി ഇവിടെ അടുത്ത് തന്നെയായതുകൊണ്ട് ഞങ്ങൾ ബാങ്ക് കൊടുക്കാൻ നേരത്തെ പോയത്. പിന്നെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പേരേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.